എത്ര കോടി നേരുന്നു എന്നുള്ള ഇതിലല്ല, എന്ത് ചെയ്യുന്നു അതിലാണ് കാര്യം. മിഥുൻ മാനുവൽ, ടു ബി ഫ്രാങ്ക്, എനിക്ക് ഗരുഡനൊക്കെ ആവറേജ് ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഏകദേശം ഇന്നത്തെ നാളത്തെ ടിക്കറ്റ് ഒക്കെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട് അല്ലേ. എല്ലാം കൂടെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് ഒന്നും ഇല്ലെങ്കിൽ പണി കാണൂലേ, നോക്കട്ടെ. എത്ര കോടി നേരുന്നു എന്നുള്ള ഇതിലല്ല, എന്ത് ചെയ്യുന്നു അതിലാണ് കാര്യം. അങ്ങനെയൊന്നുമല്ല, ഒരു വിശ്വാസം കൊണ്ടാണ് അത്. ഇപ്പോൾ ആരാധനയല്ലേ, വിശ്വാസമാണ്. നല്ല സിനിമയായിരിക്കും, നല്ല മാസ് പടമായിരിക്കും. എനിക്കൊന്നും അറിയില്ല, ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്ന ചേട്ടനെ ഫോളോ ചെയ്യും. മമ്മൂട്ടി ആയതുകൊണ്ട്, മമ്മൂക്ക ഫാൻ ആയതുകൊണ്ട് ചിലപ്പം മമ്മൂക്ക മൂവിയല്ലേ. വൻ പ്രതീക്ഷയാണ്, നമുക്കര മാസ് പടമാണ്. വൻ പ്രതീക്ഷയാണ്, പ്രതീക്ഷയ്ക്കൊത്ത് വരും. ഒന്നുമില്ലാതെ മമ്മൂക്ക നിർമ്മിക്കില്ലല്ലോ. മമ്മൂക്ക നിർമ്മിക്കുന്ന 5ാമത്തെ പടം തോന്നുന്നു. വമ്പൻ ഹിറ്റായിരിക്കും. അല്ല, ഇത് ഫസ്റ്റ് ഡേ കാണണമെന്നുണ്ട്. അതുപോലെ ഒരാഴ്ച മുമ്പേ ഓൺലൈനിൽ ഇട്ടതാണല്ലോ. അപ്പം ഏകദേശം ഇന്നത്തെ നാളത്തെ ടിക്കറ്റ് ഒക്കെ ഏകദേശം ഫുൾ ആയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഇപ്പം മഴ ആയിരുന്നാലും വരും. വേറെ നല്ല നല്ല കിടിലം പടമായിരിക്കും. തീർച്ചയായും. കാര്യം എന്ന് വെച്ചാൽ നല്ല വൈഡ് റിലീസൊക്കെ ഉള്ളതല്ലേ, എന്തായാലും ഓടിക്കും. അഭിപ്രായമാണ്, വേറെ അഭിപ്രായമില്ല. ഹിറ്റായിരിക്കും പടം. മമ്മൂക്കായ കൊണ്ട് പിന്നെ രാജ്ബി ഷെട്ടി എല്ലാവരും കൂടെ തകർക്കുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എക്സ്പെക്റ്റേഷനും പിന്നെ ഹൈപ്പൊക്കെ കൂടുതലായിരുന്നു. അതുകൊണ്ട് പിന്നെ മമ്മൂക്കയുടെ ഫാൻസും ആയതുകൊണ്ട് ഉള്ള അറിയത്തില്ല, കാര്യം പറയാം. നമുക്ക് ഫാനാണ്ട് അറിയാമല്ലോ. പിന്നെ മിഥുൻ മാനുവൽ തോമസും വൈശാഖിൻ്റെ പടം ആയതുകൊണ്ട് നോക്കട്ടെ. ഇപ്പോൾ പറയാൻ പറ്റില്ല, ട്രെയിലർ കണ്ടിട്ടൊന്നും ഒരു പടത്തിൻ്റെ ഇത് പറയാൻ പറ്റില്ല. പടം കണ്ടിട്ട് ഇതാണ് എക്സ്പെക്റ്റേഷൻ. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡേ പക്ഷേ ബുക്ക് ചെയ്തതും. നോക്കാം എങ്ങനെയുണ്ടെന്ന് നേരത്തെ പറയാൻ പറ്റില്ലല്ലോ. നേരത്തെ എല്ലാം കൂടെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് ഒന്നും ഇല്ലെങ്കിൽ പണി കാണൂലേ, നോക്കട്ടെ. നന്നായി മതിയായിരുന്നു. ഒരു രക്ഷയിലൊക്കെയാണ് അഭിപ്രായം. മാസമായിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല, മിഥുൻ മാനുവലിൻ്റെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ആൾറെഡി നമ്മൾ കണ്ടതാണല്ലോ. പിന്നെ മാസം എന്ന് പറഞ്ഞാൽ വൈശാഖിൻ്റെ മാസം എടുക്കുമ്പോൾ വേറെ ആരും എടുക്കത്തില്ല. കാണാൻ കയറുന്നേ ഉള്ളൂ കേട്ടോ. എക്സ്പെക്റ്റേഷൻ ഉണ്ട്, കണ്ടിറങ്ങിയിട്ട് പറയാം. ഒരു എൻ്റർടൈനർ ആയതാണ് ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത്. ഇപ്പോൾ മിഥുൻ മാനുവൽ ഇപ്പോൾ അത്യാവശ്യം കറൻ്റ്ലി നല്ല രീതിക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നൊരു മലയാളത്തിൽ ലീഡിങ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പിന്നെ വൈശാഖ് ഡയറക്റ്റ് ചെയ്ത പടങ്ങളെല്ലാം അത്യാവശ്യം നല്ലൊരു പടമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത മോൺസ്റ്ററാണ് കുറച്ച് ഒന്ന് ഡൗൺ ആയിപ്പോയത്. അതിൽ പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ മോശമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ വൈശാഖിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും മിഥുൻ മാനുവലിൻ്റെ ഒരു സ്ക്രിപ്റ്റ്, ഇപ്പോൾ മമ്മൂക്ക റീസെൻ്റ്ലി വന്ന സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികം നമുക്ക് നല്ലൊരു പടമായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. എൻ്റർടൈനറായിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് മാസ് മസാല പടമായിരിക്കും തോന്നുന്നു. മിഥുൻ മാനുവൽ മമ്മൂട്ടി കമ്പനി എന്നുള്ള പടം, മമ്മൂട്ടി കമ്പനി ഇപ്പോൾ അടിപൊളി പടങ്ങളാണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു മാസ് മസാല വരുമ്പോഴത്തേക്കും സാധാരണ ബോറടി കോൺസെപ്റ്റ് അല്ലാതെ എങ്ങനെ വരും എന്നുള്ള അറിയാനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. മിഥുൻ മാനുവൽ, ടു ബി ഫ്രാങ്ക്, എനിക്ക് ഗരുഡനൊക്കെ ആവറേജ് ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നോക്കാം, നമുക്ക് അങ്ങനെ ഇതായിട്ട് സെലക്ട് ചെയ്യില്ലല്ലോ, നോക്കിയിട്ട് ബാക്കി പറയാം. എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ലൊരു സിനിമ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ മമ്മൂട്ടി കമ്പനിയുടെ ആയതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. തീയായിരിക്കും. കാര്യം മധുരരാജ നമ്മൾ നല്ല ഒരു എക്സ്പെക്റ്റ് ചെയ്തൊരു പടമാണ്. അതുപോലെ തന്നെ എന്തായാലും നല്ലൊരു പടം തന്നെ ആയിരിക്കും. വലിയ എക്സ്പെക്റ്റേഷനിലാണ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു ആക്ഷൻ പടം പറഞ്ഞാൽ വലിയ എക്സ്പെക്റ്റേഷനിലാണ്. പിന്നെ മമ്മൂക്കെ കുറേ കാലത്തിന് ശേഷം ആക്ഷൻ ഫിലിമിൽ വരുന്നതുകൊണ്ടും ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ്. വൈശാഖേണ്ട പടത്തിനൊരു ജേണർ എപ്പോഴും നമുക്ക് ഫേവറാണ്, എൻ്റർടൈൻമെൻറ്റ്, ആക്ഷൻ, കോമഡി. അപ്പോൾ എല്ലാം കൊണ്ടും മമ്മൂക്കയാണ് മെയിനായിട്ട് കാണുന്നത്. ഒരു ഫാൻ എന്നുള്ള നിലയിൽ ഞാനത് നോക്കുന്നില്ല, അങ്ങനത്തെ ഇത് വെച്ചല്ല. പക്ഷെ ഞാൻ മമ്മൂക്കയുടെ ഫിലിം കാണാൻ വരുന്ന പുള്ളിയെ കാണുക, പുള്ളിയുടെ അഭിനയം കാണുക. പിന്നെ ഞാൻ കുറേ ഭീഷ്മപർവത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു ആക്ഷൻ സിനിമ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് വന്നത്. നമുക്ക് കാണുക, ആ രീതിയാണ്.